ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമ മിനിമ തിയറമാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ് നമ്മളിന്ന് നോക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ I ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ a, b be a closed bounded interval and let f from I to R be continuous on I, then f has an absolute maximum and an absolute minimum on capital I. അതായത് I എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എടുക്കുന്നു. F എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന I യിൽ നിന്ന് R ലേക്ക് ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള F ന് നമ്മുടെ I യിൽ ഒരു അബ്സല്യൂട്ട് മാക്സിമവും ഒരു അബ്സല്യൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്തിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു അർത്ഥം അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങളുടെ I യിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. Let I be a closed interval a, b be a closed bounded interval and your f from I to R be a continuous, and let us assume your f of I is a non-empty set, and by the previous theorem, the boundedness theorem, we say that for this condition your f is bounded. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് ബൗണ്ടഡ് ആണ് തന്നിരിക്കുന്ന ഡൊമൈൻ ആയിട്ടുള്ള I എന്ന് പറയും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ there exists a റിയൽ നമ്പർ. ഇവിടെ നമ്മൾ എടുക്കുന്നത് k ആണ്. നമ്മൾ നേരത്തെ m എന്ന് പറഞ്ഞാണ് എടുക്കാറ്. നമുക്ക് m വേറെ നൊട്ടേഷൻ വരുന്ന കാരണം കൊണ്ടാണ് ഇവിടെ നമ്മൾ k ഉപയോഗിക്കുന്നത്. And there exists a real number k such that modulus of f of x less than k for all x belongs to I. അതായത് നമ്മൾ നോർമലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയാറ്. അതിനേക്കാളും വലിയൊരു നമ്പർ ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് k എന്ന് ചൂസ് ചെയ്തിട്ട് മോഡുലസ് ഓഫ് f of x less than k for all x less than for all x belongs to I എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ f of I എന്ന് പറയുന്ന ഇമേജ് സെറ്റ് ബൗണ്ടഡ് ആണ്. കാരണം f ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന്റെ ഇമേജ് സെറ്റ് ബൗണ്ടഡ് ആയിരിക്കുന്നതായിരിക്കും. Image set is a subset of R and we know that this set is bounded and non-empty. Then by the completeness property, the set has a supremum and infimum. നമ്മുടെ f of I ക്ക് ഒരു സുപ്രീമും ഉണ്ടായിരിക്കും, ഒരു ഇൻഫിമും ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ഞാൻ എന്റെ സെറ്റ് f of I യുടെ സുപ്രീമത്തിനെ ക്യാപിറ്റൽ M എന്നും സെറ്റ് f of I യുടെ ഇൻഫിമത്തിനെ ഞാൻ സ്മോൾ m എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന സുപ്രീമവും ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങളുടെ ഡൊമൈനിൽ ഉണ്ട് എന്നാണ്. അതായത് ക്യാപിറ്റൽ M ആയിട്ടുള്ള സുപ്രീമം ഈക്വൽ ആകുന്ന സം f of alpha, there is an alpha coming from your domain, and infimum ആയിട്ടുള്ള small m equal to some f of beta വരുന്ന beta is coming from capital I എന്നുള്ള രീതിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. So let us here taken first of all our supremum capital M. സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. നമുക്കറിയാം സുപ്രീമത്തിൽ നിന്ന് ഏതൊരു ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരിക്കലും അപ്പർ ബൗണ്ട് ആകുന്നില്ല. സോ ഫോർ എനി n belongs to script n, 1 by n is always greater than 0. Your m minus 1 by n is not a upper bound for your set capital F of your f of I. m minus epsilon എന്നുള്ള രീതിയിൽ m minus 1 by n എടുക്കുന്നു. അതൊരിക്കലും അപ്പർ ബൗണ്ട് ആകുന്നില്ല.
അത് അപ്പർ ബൗണ്ട് ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനേക്കാൾ വലിയൊരു എലമെന്റ് നിങ്ങളുടെ സെറ്റിനകത്തുണ്ടായിരിക്കണം. സോ there exists a xn corresponding to 1 by n, we take xn. There exists a xn belongs to capital I such that m minus 1 by n നേക്കാളും വലുതായിരിക്കണം, എന്നാലോ m നേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കണം, കാരണം m is the supremum. That is m minus 1 by n less than f of xn less than or equal to m for all n belongs to script n. നമ്മൾ 1 by n ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം n ന് 1 കൊടുക്കുമ്പോൾ m minus 1 by 1 that is m minus 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് x1 എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു പോയിന്റ് കിട്ടി. Then you take your n is equal to 2, that is m minus 1 by 2, then you get another x2 coming from your I, such a condition. Then you take 3, then you get x3 and so on. For all natural number you get a sequence of points xn coming from your capital I such that m minus 1 by n less than f of xn less than or equal to capital M. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു സീക്വൻസ് ഓഫ് പോയിന്റ്സ് ആണ്, അതായത് xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ ഐയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ സീക്വൻസിന് ഞാൻ ക്യാപിറ്റൽ X എന്ന് പേര് വിളിക്കുന്നു. We know that the sequence coming from a closed bounded interval capital I, closed interval a comma b, hence the sequence is bounded. Since the sequence is bounded, then by the Bolzano-Weierstrass theorem we say that there is a subsequence x dash equal to xnr which is converging, and we take that converging sequence is converging to some point, that is alpha. Here alpha is the point in your I because your I is a closed set. Every limit point belongs to your set. Therefore, the limit of the subsequence xnr is equal to alpha belongs to your domain capital I. Then by the idea of continuous function, limit of xnr equal to alpha implies limit of f of xnr equal to f of alpha. നമ്മൾ നേരത്തെ തീർത്തും ചെയ്ത് തന്നെയാണ്. ലിമിറ്റ് ഒരു സീക്വൻസിന്റെ ലിമിറ്റ് ആൽഫയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റുകളിലെല്ലാം എഫ് ഡിഫൈൻഡ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് xnr എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് എഫ് ഓഫ് ആൽഫ ആയിരിക്കും, എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പുതിയ സീക്വൻസ് എഫ് ഓഫ് xnr ഉണ്ട്. നമുക്കറിയാം എഫ് ഓഫ് xnr എന്ന് പറയുന്ന സീക്വൻസിലെ xnrകൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? xnrകൾ xn എന്ന് പറയുന്ന സീക്വൻസിന്റെ സബ് സീക്വൻസ് ആണ്. xnകളെല്ലാം ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസുകളാണ്. അതായത് m minus 1 by n less than f of xn less than or equal to m എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകളാണ് xnലുള്ളത്. അതിൽ നിന്നുള്ള പോയിന്റുകളായിട്ടുള്ള xnrകളും ഇതേ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. That means the subsequence f of xnr satisfying the condition that is m minus 1 by nr less than f of xnr less than or equal to m for all r belongs to n. നമ്മൾ nr എന്ന് പറയുന്നില്ല, കാരണം nr എന്ന് പറയുമ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ സഫിക്സ് n-ന്റെ സഫിക്സ് ആയിട്ടുള്ള r എപ്പോഴും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കണം, ബിക്കോസ് യുവർ xnr is the one of the sequence. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് m minus 1 by nr less than f of xn r less than or equal to m for all r belongs to nr. നമുക്കറിയാം nr എന്ന് പറയുന്നത് സീക്വൻസ് ആയ കാരണം nr tending to infinity ആണ്. If nr tending to infinity, then 1 by nr tending to 0 and your m minus 1 by nr tending to m. അപ്പൊ നമുക്ക് ഇപ്പൊ കയ്യിലുള്ള m minus 1 by nr എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് m ലേക്കാണ്. റൈറ്റ് സൈഡിലുള്ള m എന്ന് പറയുന്ന സീക്വൻസ് is a constant sequence which is converging to your m. Therefore, by Skews theorem, നമുക്കറിയാം an less than or equal to bn less than or equal to cn for all n. Then and your limit an equal to limit cn equal to some l. Then you have by the Skews theorem limit bn equal to that same l. അപ്പോൾ നമുക്ക് ഇവിടെ f of xnr
ക്യാപിറ്റൽ എം ഐക്കായിരിക്കും കൺവേർജ് ചെയ്യാൻ പറയാൻ സാധിക്കും. കാരണം എന്താ, ലെഫ്റ്റ് സൈഡിലുള്ള എം മൈനസ് വൺ ബൈ എൻ ആർ ഈസ് കൺവേർട്ടിംഗ് ടു എം ആൻഡ് റൈറ്റ് സൈഡിലുള്ള സീക്വൻസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് എം ഈസ് കൺവേർട്ടിംഗ് ടു എം. Then by the squeeze theorem, the limit of f of x and r is converging to m. And previously we know that limit of f of x and r equal to f of alpha, where alpha is coming from your I. Therefore we get, comparing these two, your f of alpha is equal to m. What is m? M is the supremum of f of alpha. Sorry, m is the supremum of f of I. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ സെറ്റ് എഫ് ഓഫ് ഐയുടെ സുപ്രീമം ഇപ്പോൾ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞു. വേർ ആൽഫ ഇസ് കമ്മിങ് ഫ്രം യുവർ ഐ. Therefore the absolute maximum point is alpha belongs to your I. So the function f has an absolute maximum on capital I എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ആൽഫയാണ് നമ്മുടെ absolute maximum point. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സെക്കൻഡ് പാർട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുപ്രീമം ഉള്ള പോലെ തന്നെ ഇൻഫിമവും ഉണ്ട്. Then you take your small m is the infimum of your capital F of I. Then for any n you can take your m plus 1 by n is not a lower bound. If that is not a lower bound, there is a point lies between your m and m plus 1 by n, that is m less than or equal to f of yn. Here we take yn. M less than or equal to f of yn less than m plus 1 by n for all n. Then you get a sequence yn which is coming from your I. That sequence is bounded. Then by the Bolzano-Weierstrass theorem you get a subsequence, and that subsequence is taken as sequence ynr, which is a convergent subsequence which is converting to subpoint beta, and you know that your domain is closed. Therefore your beta belongs to your capital I. Then you know your limit ynr is equal to beta implies f is continuous. Limit of f of ynr is equal to f of beta, and you know your 1 by n, and that ynr satisfying the condition that is m less than or equal to f of ynr less than or equal to less than m plus 1 by nr, and both side sequence converging to small m. Therefore by the squeeze theorem your limit f of ynr is converging to your f of yn is converging to small m. Therefore we get, comparing these two, limit of f of ynr is equal to small m is equal to our f of beta, that is f of beta is equal to small m, that is small m is the absolute minimum of your f on capital I, and your beta is known as absolute minimum point of f on capital I. അതായത് നമ്മൾ സുപ്രീമത്തിൽ ചെയ്ത അതേ ഐഡിയ തന്നെ അതേപോലെ തന്നെ ഇവിടെ ആവർത്തിക്കുന്നു ഇൻഫിമത്തിൽ. അപ്പൊ നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് ആൽഫ എന്ന് പറയുന്ന അബ്സല്യൂട്ട് മാക്സിമം പോയിന്റും ബീറ്റ എന്ന് പറയുന്ന അബ്സല്യൂട്ട് മിനിമം പോയിന്റും ഇപ്പൊ നമ്മുടെ ക്യാപിറ്റൽ ഐയില് എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ദിസ് ഫംഗ്ഷൻ f has absolute maximum and absolute minimum on capital I എന്ന് നമുക്ക് ജനറലി പറയാൻ സാധിക്കുന്നു. താങ്ക് യു.